ഇതുവരെയും പ്രതിപക്ഷം പറയാത്ത ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. പ്രതിപക്ഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിനെ കുറിച്ച് നേരത്തെ മാധു പറഞ്ഞല്ലോ. കക്കാടംപൊയിലെ തുരങ്കപാത, വയനാടൻ തുരങ്കപാത വന്നാൽ എന്താ ലാഭം? 1.5 മണിക്കൂർ ലാഭം. എത്ര ദൂരമാ കുറയുന്നത്? 35 കിലോമീറ്റർ. ആരുടെ ലൈഫ് ലൈനാ അവിടെ തെളിയാൻ പോകുന്നത്? വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യര് ബാംഗ്ലൂരുമായിട്ടുള്ള കണക്ടിവിറ്റിയെ പോകാൻ പറ്റും. അവിടുത്തെ കർഷകരുടെ വലിയ പ്രതിസന്ധി പരിഹാരമാകും. നോക്കൂ, ഈ തുരങ്കപാത ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ ആൾ, നേതാവിന്റെ പേരെന്താ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. ഈ തുരങ്കപാത അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് തന്നെ എങ്ങനെയാണ്? അപ്പൊ ഈ സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തുരങ്കപാത നടക്കുമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാ പറഞ്ഞത്. എത്രയാ കോടി അനുവദിച്ചിരിക്കുന്നത്? കിഫ്ബിയിൽ നിന്ന് 2143 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയോ? ഈ കിഫ്ബി എതിർത്തവരാ പ്രതിപക്ഷം. ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാ. കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞവരാ. കിഫ്ബി ഇപ്പൊ അടുത്തുകൊണ്ടുവന്ന 3 പദ്ധതികളുണ്ട് കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്കമാലി പാത 4 വരിയാക്കാൻ MC റോഡ്, അങ്കമാലി മുതൽ കേശവദാസപുരം വരെ 4 വരി പാതയാക്കാൻ പോവാ. എത്രയാ ചെലവഴിച്ചിരിക്കുന്നത് അറിയാമോ? 5217 കോടി രൂപ. 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. ആ അങ്കമാലി മുതൽ ഈ പറയുന്ന കോൺഗ്രസിലെ MLA-മാരുടെ മണ്ഡലത്തിലൂടെ പോകുന്നതാ. റോജി ജോണിന്റെ മണ്ഡലത്തിൽ തുടങ്ങി അങ്ങ് കേശവദാസപുരത്ത് തീരുന്ന MC റോഡിന്റെ 4 വരി പാത വേണ്ടെന്ന് പറയുമോ കോൺഗ്രസുകാര്? ആ MC റോഡിന് വേണ്ടിയിട്ട് 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചത് ശരിയല്ല എന്ന് കോൺഗ്രസുകാർ പറയുമോ? എന്തുകൊണ്ട് കിഫ്ബി വന്നു? കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കിഫ്ബിക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് എതിർക്കുമോ? ഈ കിഫ്ബിയെ കോൺഗ്രസ് എതിർക്കുമോ? MC റോഡിൽ വരാൻ പോകുന്ന വികസനത്തെ, 4 വരി പാതയാകാൻ പോകുന്നതിനെ? ശബരി റെയിൽ പാത കേരളം മാറ്റിവെച്ചിരിക്കുന്നു. 1900. ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു റെയിൽ പാത വരുമ്പോ അതിന്റെ പകുതി ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ മുഴുവൻ കാശ് ഞങ്ങൾ കൊടുത്തോളാന്ന് സർക്കാർ പറഞ്ഞ് പാസാക്കി. 1900 കോടി രൂപ. ഇത് 2 കൂടി ഒന്ന് എടുത്തു നോക്കൂ. ശബരി റെയിൽ പാത, ഒപ്പം തന്നെ അങ്കമാലി മുതൽ കേശവദാസപുരമുള്ള MC റോഡ്, തുരങ്കപാത. ഇതുകൂടി നോക്കി ഏകദേശം 10,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റിനാണ് തുടക്കം കുറിച്ച്. നാളെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പാലം ആലപ്പുഴ പെരുമ്പളം പാലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് സാർ. ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്, ഈ സർക്കാരിൽ നിന്നാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് ഈ സർക്കാർ മാറണമെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ചോദിക്കും. നാളെ രാഹുൽ ഗാന്ധി, നേരത്തെ മാധു പറഞ്ഞു 30 പ്രഖ്യാപനങ്ങളോ മറ്റോ ആണ് നാളെ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. നാളെ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ 30 വലിയ പ്രഖ്യാപനങ്ങളാണ്. ഒരൊറ്റ പ്രഖ്യാപനം അത് നടപ്പിലാക്കി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വിഷമമില്ലായിരുന്നു. വയനാട്ടിലെ കല്ലിട്ടതിന് ശേഷം ബാക്കി എന്ത് സംഭവിച്ചു എന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടതാ. അന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ വന്നിട്ട് ഇട്ടിട്ട് പോയ പ്ലാസ്റ്റിക് കുപ്പി പോലും ആ സ്ഥലത്ത് നിന്ന് മാറ്റിയില്ല. പ്രഖ്യാപനങ്ങൾ വരാൻ പോവാണ്. ഈ പ്രഖ്യാപനം ആ കല്ലിട്ട സ്ഥലത്ത് ഒരു കല്ലും കൂടി എടുത്ത് മൂളി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. അപ്പൊ വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ള ചോദ്യത്തിന് വിവാദങ്ങൾ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്.